നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ വില മുന്നേറുന്നു, കർഷകർ ആഹ്ലാദത്തിൽ. പക്ഷേ നിരാശയിലാണ് കർഷകർ പലരും. കാരണം റബ്ബർ ടാപ്പിംഗ് ഇതേവരെയും ആരംഭിച്ചിട്ടില്ല. ആരംഭിച്ചവർക്ക് ഇരുട്ടടിയായി മഴ തുടങ്ങിയിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ റെയിൻ ഗാർഡിങ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ റബ്ബർ വില ഇപ്പോൾ കൂടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ റബ്ബർ വിലയുടെ വർധനവ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ വില കൂടും. ഒന്നോ രണ്ടോ മാസം കൂടിയതിന് ശേഷം വീണ്ടും വില കുറയുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ അത് നമ്മൾ കുറേ നാളിങ്ങനെ കാത്തിരുന്നതിന് ശേഷമാണ് വീണ്ടും വലിയൊരു വർധനവ് വരുന്നത്. പിന്നെയും കുറയുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇത് റബ്ബർ കർഷകരെ പലരെയും നിരാശരാക്കിയിട്ടുണ്ട്. പലരും ഈ കൃഷി ഉപേക്ഷിച്ചിട്ട് പോയി മറ്റ് പല കൃഷി ചെയ്ത് പരാജയപ്പെട്ടവരും ഉണ്ട്. റബ്ബർ വില ഇപ്പോൾ റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ റെക്കോർഡ് വില എങ്ങനെ മാക്സിമം കരസ്ഥമാക്കാം എന്നാണ് കർഷകർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കർഷകൻ തന്നെ കണ്ടില്ലേ, അപ്പോൾ അദ്ദേഹം പറയുന്നത് വില ഒന്നോ രണ്ടോ മാസമായി കൂടി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ 2 മാസം കൊണ്ട് മാക്സിമം എത്ര കറ ഊറ്റിയെടുക്കാൻ പറ്റും അത്രയും മാക്സിമം ഊറ്റിയെടുക്കാം എന്നാണ് ഈ കർഷകൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10-35 വർഷം കൊണ്ട് നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്ത ഒരു റബ്ബർ മരമാണ്. അപ്പോൾ ഇവർ വില കൂടുന്ന സമയത്ത് മാത്രമേ ടാപ്പിംഗ് ചെയ്യുകയുള്ളൂ. വില കുറയുന്ന സമയത്ത് ടാപ്പിംഗ് നിർത്തിയിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 1-2 വർഷം കൊണ്ട് ടാപ്പിംഗ് നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വില കൂടിയത് കണ്ടാണ് ഇപ്പോൾ അവർ ടാപ്പിംഗ് ആരംഭിച്ചത്. അപ്പോൾ ഈ 2 മാസക്കാലം മാക്സിമം കറ എടുക്കാൻ വേണ്ടിയിട്ട് ഡബിൾ പട്ടയിട്ടാണ് അവർ ടാപ്പിംഗ് ചെയ്യുന്നത്. അടിപ്പട്ടയും മേൽപ്പട്ടയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ മരത്തെ കൊള്ളാതെ നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്ത് എടുക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ 2 മാസം കൊണ്ട് മാക്സിമം കറ കിട്ടുകയും ചെയ്യും. ഇത്രയും നാളും ടാപ്പിംഗ് ചെയ്യാതിരുന്നത് കൊണ്ട് നല്ല വരുമാനം കിട്ടുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ടാപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ പാൽ കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ അത് ശരിയാണ്. ഇപ്പോൾ 2 വർഷം കൊണ്ട് ടാപ്പിംഗ് നിർത്തിയിട്ടിരിക്കുന്ന മരമായതുകൊണ്ട് ഇപ്പോൾ ടാപ്പിംഗ് ചെയ്യുമ്പോഴേ നല്ല പാലുൽപാദനമായിരിക്കും. എങ്ങനെയായാലും ഒരു 5 മരത്തേന്ന് ഒരു ഷീറ്റ് വെച്ച് കിട്ടും. അപ്പോൾ 2 മാസത്തെ ടാപ്പിംഗ് അല്ലേ ഉള്ളൂ. പിന്നെ അതിനുശേഷം അവർ നിർത്തിയിടാനാണ് തീരുമാനം. ഈ വില അധികകാലം നിലനിൽക്കില്ല, വില കുറയുമെന്നാണ് ഈ കർഷകൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ടാപ്പിംഗ് ചെയ്ത് എടുക്കുന്നത്. ഇങ്ങനെ മരത്തിൽ കൊള്ളാതെ ടാപ്പിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം നല്ല പാൽ ഉൽപ്പാദനമായിരിക്കും. പിന്നെ പാല് കിട്ടില്ല. കാരണം നമ്മൾ ആ മാക്സിമം പാല് ഇറങ്ങിക്കഴിയും. അതിൻ്റെ അകത്ത് തിങ്ങി നിറഞ്ഞിരിക്കുന്ന പാലുകൾ നമുക്ക് ലഭിച്ചു കഴിയും. പിന്നെ ഇങ്ങനെ ടാപ്പിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 6 മാസം ടാപ്പിംഗ് നിർത്തിയിട്ടിട്ട് 1 വർഷം റെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ടാപ്പിംഗ് തുടരാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വർഷങ്ങൾ നമുക്കിങ്ങനെ ടാപ്പിംഗ് ചെയ്യുകയും ചെയ്യാം, നല്ല ആദായം കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ടാപ്പിംഗ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തൈമരത്തിലൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 10-20 വർഷമൊക്കെ ടാപ്പിംഗ് കഴിഞ്ഞ ഒരു മരത്തിൽ മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 6 മാസം ടാപ്പിംഗ് ചെയ്യുക, പിന്നെ 1 വർഷം ടാപ്പിംഗ് നിർത്തിയിടുക, പിന്നെ 6 മാസം ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നല്ല പാലായിരിക്കും. അപ്പോൾ ഈ കർഷകൻ എന്നോടാണ് ആദ്യം അഭിപ്രായം ചോദിച്ചത്, ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്തായാലും 2 വർഷം കൊണ്ട് ടാപ്പിംഗ് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ തുടർന്ന് ടാപ്പിംഗ് ചെയ്യാനും താല്പര്യമില്ല, കാരണം വില കുറയുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയാണെന്നെങ്കിൽ ഈ വില കൂടിയ സമയം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ഞാനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടാപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ആദായം ലഭിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ തൈമരത്തിലൊന്നും ഈ പരീക്ഷണം ചെയ്യരുത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ നമുക്ക് വില കൂടിയ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തിയെടുക്കാവുന്നതാണ്. നമുക്ക് റബ്ബറിൽ നിന്ന് കൂടുതൽ പാല് ഇങ്ങനെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കണ്ടുപിടുത്തമല്ല. അപ്പോൾ ഈ ഒരു കർഷകൻ ഇങ്ങനെ ചെയ്യുന്ന കണ്ടു. അപ്പോൾ എനിക്കും അത് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് ഇനി നമുക്ക് നോക്കിക്കാണാം.